മലയാള മനോരമയുടെ ഏക ചീഫ് ഓഫ് ബ്യൂറോ ആയി ഇരിക്കുന്ന കാലത്ത് ഈ പേര് സജീവമായിരുന്നു. എന്നാൽ റിട്ടയർ ചെയ്തതിനു ശേഷം ഞാനിത് ഫോൺ ചെയ്തപ്പോഴും അങ്ങോട്ട് പറഞ്ഞതാണ്, ഫേസ്ബുക്ക് കുറിപ്പുകളിലൂടെ ആദ്യം സജീവമായി. പിന്നെ ഇതാ വരുന്ന ഒരു പുസ്തകം. ഒരുപക്ഷെ ജോലി ചെയ്തിരുന്ന കാലത്ത് ചെയ്തതിനേക്കാൾ കൂടുതൽ റിസർച്ച് വേണ്ടി വന്നൊരു വിഷയമാണ്. കാര്യം ഇതിൽ ഏറെ ഈ ഊഹാപോഹങ്ങൾ, കഥകൾ, അല്ലെങ്കിൽ അപവാദങ്ങൾ അതൊക്കെയായിരുന്നു എൻ്റെ പിന്നെ. അതിൽ നിന്നുകൊണ്ട് ഒരു പുസ്തകം എഴുതാനുള്ള പ്രചോദനം എന്തായിരുന്നു? അതും ഒരു കഥയാണ്. ഞാൻ ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം എഴുതിയ സമയത്ത് അതേക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ശ്രീ സണ്ണിക്കുട്ടിയാണ് ആദ്യമായിട്ട് എന്നോട് ഈ സോളാർ വിവാദം, അതിൻ്റെ പിന്നിൽ ഉമ്മൻചാണ്ടി എങ്ങനെ പിടിപ്പിക്കപ്പെട്ടു എന്നുള്ളതിനെക്കുറിച്ച് ജോൺ ഒരു പുസ്തകം എഴുതാമെന്ന് ചോദിച്ചു. ഞാൻ ആദ്യം അങ്ങ് മടിച്ചു. കാരണം ഒന്നാമത് റിട്ടയർ ചെയ്തിട്ട് ഒന്ന് റിലാക്സ് ചെയ്യുന്നൊരു സമയം, രണ്ടാമത് ഈ വിഷയത്തെക്കുറിച്ച് വളരെയേറെ പഠിക്കണം. കാരണം സോളാർ കമ്മീഷൻ റിപ്പോർട്ട് പഠിക്കണം, ഇത് സംബന്ധിച്ചുള്ള അന്വേഷണ റിപ്പോർട്ടുകൾ പഠിക്കണം, ജഡ്ജിമെൻറ്റുകൾ പഠിക്കണം, പലരെയും ബന്ധപ്പെടേണ്ടതുണ്ട്. അപ്പം ഇത് വളരെ ഒരു tedious ആയിട്ടുള്ള വളരെ ശ്രമകരമായിട്ടുള്ള ഒരു ജോലിയാണ് എന്നുള്ളത് കൊണ്ട് ആദ്യം എനിക്ക് മടിയായിരുന്നു. പക്ഷേ ഞാൻ ആദ്യം ഒന്ന് ശ്രമിച്ച സംഗതി സോളാർ കമ്മീഷൻ റിപ്പോർട്ട് എന്താണെന്നൊന്ന് വായിക്കാൻ ശ്രമിച്ചു. ആ റിപ്പോർട്ട് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് സത്യത്തിൽ എനിക്ക് ഇതേക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കണമെന്നും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് എഴുതപ്പെട്ടു, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ടിൻ്റെ മേലെ ഇങ്ങനെ ഒരു അന്വേഷണം വന്നു, എന്തുകൊണ്ടാണ് ഈ അന്വേഷണം പാളിപ്പോയത്, എന്തായിരുന്നു അതിൻ്റെ പരിണാമങ്ങൾ, ഇതിനെക്കുറിച്ച് ഇങ്ങനെ അന്വേഷിച്ച് ചെന്നപ്പോഴത്തേക്ക് എനിക്ക് സത്യം പറഞ്ഞ പുസ്തകം എഴുതാതിരിക്കാൻ വയ്യാതായി. അതാണ് അതിൻ്റെ ഒരു രത്ന ചുരുക്കം. വാർത്തയായി തന്നെ എഴുതാം, ഫാക്റ്റ് കണ്ടെത്തുന്നു, അത് എഴുതുന്നു. പക്ഷെ ഒരു പുസ്തകം എഴുതുമ്പോൾ, പ്രത്യേകിച്ച് സോളാർ പോലെയുള്ളൊരു വിഷയത്തിൽ ആധികാരികമായി വെച്ചുകൊണ്ട് ഒരു പുസ്തകം എഴുതുമ്പോൾ ഒരുപാട് പേർ വേദനിപ്പിക്കപ്പെട്ടേക്കാം, ഒരുപാട് പേർക്കെതിരെ കൂരമ്പുകൾ പോയേക്കാം, ഒരുപക്ഷെ പ്രതിപട്ടികയിൽ കൂടുതൽ ആളുകൾ വന്നേക്കാം, സാക്ഷികളായി ചിലർ മാറിയേക്കാം, അങ്ങനെ പലതും സംഭവിക്കാം. ഒരു രഹസ്യ കൂമ്പാരമാണ് ആ പുസ്തകത്തിനുള്ളിൽ നിന്ന് ഞങ്ങൾ കരുതുന്നു. അപ്പോൾ അതൊരു വല്ലാത്ത ധൈര്യം വേണം അങ്ങനെ എഴുതാൻ. ധൈര്യം മനോരമയിൽ ഇരുന്ന കാലത്ത് തന്നെ എനിക്കുണ്ട്. കാരണം ഒട്ടേറെ അന്വേഷണാത്മക റിപ്പോർട്ടുകൾ എഴുതിയിട്ടുണ്ട്, ഒട്ടേറെ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഭീഷണികൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ധൈര്യത്തിന് കുറവൊന്നുമില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു സാർ, അന്ന് ഏറ്റെടുക്കാൻ മനോരമ കൂടിയുണ്ട്. പക്ഷെ ഇപ്പോൾ വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണത്. ആരും പിന്തുണയ്ക്കാനില്ലാതെ ഇങ്ങനെയൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് തുറന്ന് പറയും, എൻ്റെ കുടുംബമാണ് എനിക്ക് പിന്തുണ തന്നത്. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള റിസ്ക് എടുക്കാനായിട്ട് ഏറ്റവും എതിർക്കുന്നത് കുടുംബമാണ്. എനിക്ക് എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും, പ്രത്യേകിച്ച് എൻ്റെ മൂത്ത മകൻ വിവേക്, അവന് കേരള പൊളിറ്റിക്സിലുള്ള താല്പര്യവും ഉമ്മൻചാണ്ടിയോടുള്ള താല്പര്യവും വിഷയവുമാണ്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഇത് ചെയ്യണം, അവരിതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി ഞങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോൾ ചെയ്യണമെന്ന് പറഞ്ഞു. അവരുടെ കുടുംബത്തിൻ്റെ പിന്തുണയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പിന്തുണ ഇത് ചെയ്യാൻ വേണ്ടി. പിന്നെ അതിനെക്കുറിച്ചുള്ള ഭീഷണികളും പിന്നെ മറ്റു കാര്യങ്ങളുമൊക്കെ വരുമ്പോൾ കാണാം എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ഞാൻ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം വസ്തുതാപരവും സത്യസന്ധവും തെളിവുകളുടെ അടിസ്ഥാനത്തിലുമാണ് എന്നുള്ളത് കൊണ്ട് ആർക്കും ഇതിനെ എതിർക്കാൻ പറ്റത്തില്ല, ആരും ഇതിനെ ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല എന്നെനിക്ക് ബോധ്യമുണ്ട്. ഇപ്പോൾ കഴിയുന്നത്ര തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് കഴിയുന്നത്ര അതിൻ്റെ ഒരു തെളിവുകളുടെ പിൻബലത്തിൽ തന്നെയാണ് ഇനി പുസ്തകം എഴുതിയിരിക്കുന്നത്.